ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പെസഹ തിരുനാൾ ആചരിക്കുന്നു. ഈ വിശുദ്ധ ദിനത്തിൻ്റെ എല്ലാ നന്മകളും പ്രാർത്ഥനകളും നേരുന്നു. നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ജനം ആഘോഷിച്ചിരുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ഒരു തിരുനാൾ ദിനമായിരുന്നു അവരുടെ പെസഹ. ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹവും കരുണയും സ്വന്തമാക്കുവാൻ അവർ ആചാര അനുഷ്ഠാനങ്ങൾക്ക് വിധേയപ്പെട്ടുകൊണ്ട് പെസഹ കുഞ്ഞാടിനെ കൊന്ന് അതിൻ്റെ രക്തം കട്ടിളപ്പടിയിൽ തെളിച്ചുകൊണ്ട് മാംസം ഭക്ഷിച്ചുകൊണ്ട് പുളിപ്പില്ലാത്ത അപ്പം ഭക്ഷിച്ചുകൊണ്ട് അവർ ഈ വിശുദ്ധ ദിനത്തെ ആദരപൂർവ്വം അനുസ്മരിക്കുകയും ആചരിക്കുകയും ചെയ്തു പോന്നു. എന്നാൽ നാം ഇന്ന് ആചരിക്കുന്ന പെസഹ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ നമുക്കായി സ്നേഹപൂർവ്വം പങ്കുവച്ച് നൽകുന്നതിൻ്റെ ഏറ്റവും മഹത്തായ അടയാളമായിട്ടാണ്. ഇന്ന് പ്രധാനമായി 3 നിത്യസത്യങ്ങളെ തിരുസഭ നമ്മെ പഠിപ്പിക്കുന്ന വിശുദ്ധ ദിനം കൂടിയാണ്. സ്നേഹത്തിൻ്റെ പുതിയ കൽപ്പന ലോകത്തിന് നൽകപ്പെട്ട വിശുദ്ധ ദിനം. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണമെന്ന് യേശു പഠിപ്പിച്ചുകൊണ്ട് സ്നേഹത്തിൻ്റെ ഏറ്റവും ഉദാത്ത മാതൃകയായ സഹോദരൻ്റെ പാദം കഴുകിക്കൊണ്ട് വിനയത്തിൻ്റെ, എളിമയുടെ, ലാളിത്യത്തിൻ്റെ പാഠം പഠിപ്പിച്ചു. നിങ്ങൾ എന്നെ ഗുരുവും കർത്താവും എന്ന് വിളിക്കുന്നു. ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും പരസ്പരം പാദങ്ങൾ കഴുകണം. ഗുരു ഒരിക്കലും ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകിയിരുന്നില്ല. ശിഷ്യനാണ് ഗുരുവിൻ്റെ പാദങ്ങൾ കഴുകിയിരുന്നത്. എന്നാൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൽ അത് അടിമയുടെ ജോലിയായിരുന്നു. അടിമയാണ് ഭവനത്തിലേക്ക് വരുന്നവരുടെ പാദങ്ങൾ കഴുകി തുടയ്ക്കേണ്ടിയിരുന്നത്. എന്നാൽ ക്രിസ്തു ഇതാ മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തി അവൻ്റെ പാപപങ്കുലമായ പാദങ്ങളെ തൻ്റെ പാവന കരങ്ങളിലെടുത്ത് കഴുകി തുടച്ച് സ്നേഹപൂർവ്വം ചുംബിക്കുന്നു. ഇതാ ഒരു ദൈവം മനുഷ്യൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് അവൻ്റെ പാദം കഴുകി തുടയ്ക്കുന്ന ദൈവം. ഈ ദൈവം നമുക്ക് നൽകുന്ന കൃപയുടെ മാതൃകയാണ് സ്നേഹത്തിൻ്റെ ഏറ്റവും മഹത്തായ കൽപ്പന. യേശു പഠിപ്പിക്കുകയല്ല, ജീവിച്ചുകൊണ്ട് ജീവിത മാതൃക നൽകുകയാണ് ചെയ്തത്. ഞാൻ ചെയ്തതുപോലെ നിങ്ങളും പരസ്പരം ചെയ്യണം. ഇന്ന് വിശുദ്ധമായിട്ടുള്ള പൗരോഹിത്യ സ്ഥാപന ദിനം കൂടിയാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ മഹനീയമായ കൃപ ഭൂമി ഉള്ളിടത്തോളം കാലം എന്നും നിലനിൽക്കുവാൻ ക്രിസ്തു സ്ഥാപിച്ച ഏറ്റവും ശ്രേഷ്ഠമായ കൂദാശയാണ് പരിശുദ്ധ ദിവ്യകാരുണ്യം. ഞാൻ ലോകാവസാനം വരെ എല്ലാ ദിവസവും നിങ്ങളോട് കൂടെ ആയിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്യുകയും ആ വാഗ്ദാനങ്ങൾ വിശ്വസ്തനായ ദൈവം ദിവ്യകാരുണ്യമായി ഇന്നും കൂടെ വസിക്കുന്നു. നൂറ്റാണ്ടുകളോളം ഇസ്രായേൽ ജനത്തോട് കരുണ കാണിച്ച കർത്താവ് സമയത്തിൻ്റെ പൂർണ്ണതയിൽ ദിവ്യകാരുണ്യമായി ഇന്നും കൂടെ വസിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നു. ഇസ്രായേൽ മക്കളോടൊപ്പം പകൽ മേഘത്തണലായി, രാത്രിയിൽ അഗ്നിത്തണ്ടായി അവർക്ക് മാർഗദർശനം നൽകിയ ദൈവം ഇന്ന് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദിവ്യകാരുണ്യമായി കൂടെ വസിക്കുന്നു. വലിയ കൃപയുടെ, സ്നേഹത്തിൻ്റെ, സ്വയം ചെറുതാകലിൻ്റെ അനുഭവം കൂടിയാണ് ദിവ്യകാരുണ്യം. ആകാശവും ഭൂമിയും അതിലുള്ള സമസ്തവും സൃഷ്ടിച്ച വലിയവനായ ദൈവം ഇതാ ഏറ്റവും ചെറിയ ദിവ്യകാരുണ്യത്തിൽ തൻ്റെ കൃപയുടെ മഹത്വം നിറച്ചിരിക്കുന്നു. ഇത്ര ചെറുതാകുവാൻ എത്ര വലുതായിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തൽ വിശുദ്ധ കുർബാനയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് അനുഭവവേദ്യമാകുന്നു. ഈ വിശുദ്ധമായ പെസഹ ദിനത്തിൽ തന്നെയാണ് ക്രിസ്തു തൻ്റെ കൃപയുടെ, ഭൂമിയിലെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ അടയാളമായ ദിവ്യകാരുണ്യം ഭൂമി ഉള്ളിടത്തോളം കാലം തുടരപ്പെടുവാൻ പൗരോഹിത്യം എന്ന മഹത്തായ കൂദാശ സ്ഥാപിച്ചത്. ക്രിസ്തു പൗരോഹിത്യം സ്ഥാപിക്കുന്നതിലൂടെ തൻ്റെ അഭിഷേകത്തിൻ്റെ കൃപ ഭൂമിയിലെ മനുഷ്യമക്കൾക്ക് നൽകിക്കൊണ്ട് വിശുദ്ധ കൂദാശ അർപ്പിച്ചുകൊണ്ട് തൻ്റെ സ്നേഹവും തൻ്റെ പഠനവും ജീവിതവും ഭൂമിയുള്ളിടത്തോളം കാലം തുടർന്നു കൊണ്ടുപോകുവാൻ ക്രിസ്തുനാഥൻ ഇന്നേ ദിനം പൗരോഹിത്യം സ്ഥാപിച്ചു. അപ്പോസ്തലനായ പൗലോസ് പൗരോഹിത്യത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും ലളിതമായ വചനം ഇതാണ്: ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ അവിടുന്ന് ബലഹീനരെ തിരഞ്ഞെടുത്തു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് ആരും ദൈവത്തിരുസന്നിധിയിൽ അഹങ്കരിക്കാതിരിക്കാനാണ്. അതെ, പൗരോഹിത്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെ അടയാളമാണ്.
ബലഹീനരായ മനുഷ്യനെ സ്വർഗം കരുണ തോന്നി വിളിച്ച് വിശുദ്ധീകരിച്ച് അഭിഷേകം ചെയ്ത് തൻ്റെ കൃപയുടെ ബലിപീഠത്തിൽ എത്തിച്ചിരിക്കുന്നു. അത് ആ വ്യക്തിയുടെ യോഗ്യതയല്ല, മറിച്ച് സ്വർഗം അവന് കൽപ്പിച്ച വിലയാണ്. അതുകൊണ്ട് തന്നെ ഭൂമിയിൽ ഏറ്റവും വിശുദ്ധിയിൽ വിശ്വസ്തതയിൽ ജീവിക്കുവാൻ കടപ്പെട്ട വ്യക്തികൾ കൂടിയാണ് പുരോഹിതർ. ഈ വിശുദ്ധ ദിനം ലോകം മുഴുവനുമുള്ള എല്ലാ പുരോഹിതരെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിച്ച് നാം പ്രാർത്ഥിക്കണം. അവിടെ വാക്കും പ്രവൃത്തിയും ജീവിതവും ഭൂമിക്ക് അനുഗ്രഹമാകണം. അവർ കരങ്ങൾ ഉയർത്തുമ്പോൾ സ്വർഗം തുറക്കപ്പെടണം. അവർ പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് സൗഖ്യവും രക്ഷയും ആശ്വാസവും ലഭിക്കണം. അവർ ശിരസിൽ അഭിഷേകത്തിൻ്റെ തൈലം പൂശി നമ്മെ അനുഗ്രഹിക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കൃപയുടെ സ്നേഹവും സ്പർശനവും നമുക്ക് അനുഭവവേദ്യമാകണം. നമുക്ക് പാപമോചനവും രക്ഷയും സൗഖ്യവും ഭൂമിയിൽ അനുഭവിക്കുവാൻ സ്വർഗം ഇടവാക്കിയ ഏറ്റവും മഹത്തായ നന്മയുടെ ഇടം കൂടിയാണ് പുരോഹിതൻ. നമുക്ക് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതം ഭൂമിക്ക് ഒരു അനുഗ്രഹമായിരിക്കട്ടെ. അവർ ദൈവത്തോടും മനുഷ്യരോടും എപ്പോഴും വിശ്വസ്ത പുലർത്തി തങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ കൃപാവരം നൽകണമേ എന്നും ഈ ദിനം പ്രാർത്ഥിക്കാം. പെസഹ ഒരു കടന്നു പോക്കല്ല, മറിച്ച് ഈ ദൈവം കൂടെ വസിച്ചുകൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമെന്ന് നമ്മെ പഠിപ്പിച്ച ഏറ്റവും മഹത്തായ കൃപയുടെ ദിനം കൂടിയാണ്. നമുക്കും കൂടെ വസിക്കുന്ന ദൈവത്തോട് ചേർന്ന് ജീവിച്ചുകൊണ്ട് ഈ കൃപയുടെ വിശുദ്ധ ദിനം അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുണ്യദിനമാക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.